സംസ്ഥാനത്തെ വന്യജീവി ആക്രമണം നിയമസഭയിൽ ചർച്ചയാകുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ സഭയിൽ സംസാരിക്കുകയാണ്. തത്സമയം നമ്മുടെ ഭാരതീയ തത്വസംഹിതയും ന്യായ സംഹിതയും ഒക്കെയുള്ള നിയമത്തിലുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള ഒരു അധികാരം ഈ ഉദ്യോഗസ്ഥർക്ക് കൊടുത്താൽ വീണ്ടും പാവപ്പെട്ട കർഷകരും ആദിവാസികൾ, വനാവകാശ നിയമമുണ്ട്, പാർലമെന്റ് പാസാക്കിയ വനാവകാശ നിയമമുണ്ട്. ആ വനാവകാശ നിയമത്തിൻ്റെ പ്രിൻസിപ്പലിന് പോലും എതിരായി ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ എതിർത്തു, നിങ്ങളത് പിൻവലിച്ചു. ഞങ്ങൾ ആ കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചത്. തീർച്ചയായും ശരിയാ. പക്ഷെ അന്നിപ്പോഴും ഒരവസരം കിട്ടിയാൽ ഈ ബില്ല് കൊണ്ടുവരും എന്നുള്ള ലൈനിലാണ് ഇവിടെ സംസാരിച്ചത്. അത് ഞങ്ങൾ സൂക്ഷിച്ചിരിക്കും. ഈ ബില്ല് പാസ്സാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ നിലപാടാണ്. ഒരു കാരണവശാലും ആ ബില്ല് പാസ്സാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ പറഞ്ഞു ഭയങ്കര ആയിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് സർ. പൂവർ എക്സ്പെൻഡിച്ചർ കിട്ടിയ പൈസ പോലും ചെലവാക്കുന്നില്ല. ഈ ഈ ആളുകളെ രക്ഷിക്കണ്ടേ സർ? പ്ലാൻ സ്പേസിൽ 48.85 കോടി വകയിരുത്തിയത് ഇന്ന് നോക്കുമ്പോൾ 48% പോലും ചെലവാക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ മിണ്ടിക്കഴിഞ്ഞാൽ പറയണ സോളാർ വേലി, ആന കിടങ്ങ്, ആന പ്രതിരോധ മതിൽ, സോളാർ തൂക്കവേലി, ഒരുപാട് പരിപാടികളുണ്ട്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ക്രാഷ് ഗാർഡ് വേലി 0 ചെലവാക്കിയിരിക്കുന്നത്, കന്മതിൽ 0, റെയിൽ വേലി 0, ചുറ്റുമതിൽ 0, ഇരുമ്പ് വേലി 0. ഒരു കാര്യത്തിലും പൈസ മുടക്കുന്നില്ല സാർ, ഒരു കാര്യത്തിലും പൈസ മുടക്കുന്നില്ല. 2023-24 ചെലവഴിച്ച തുക 3.1 കോടിയായി ചുരുങ്ങി. ഒരുവിധ സംവിധാനം നേരത്തെ ഇപ്പോൾ ആറളത്തൊക്കെ മതിൽ കിട്ടുമായിരുന്നു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ചാലക്കുടി, വാഴച്ചാൽ, മലയാറ്റൂർ ഡിവിഷനുകളിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ 13.5 കോടി നബാർഡ് 2023 അനുവദിച്ചതാണ് സർ. ഇതുവരെ ടെൻഡർ നടപടികൾ സ്വീകരിച്ച് ഈ വർക്ക് തുടങ്ങിയിട്ടില്ല. അത് ആ പ്രദേശത്തെ ഒരു പരിപാടിയും, അതായത് ജനങ്ങളെ ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും നടക്കുന്നില്ല സർ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മൃഗങ്ങളും ഇറങ്ങാണ് അങ്ങ് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. പ്രതിപക്ഷ നേതാവിനും രമേശിക്ക് അറിയാമെന്നാണ് പറഞ്ഞത്. അതായത് ആരാണ് കാട്ടിൽ പോയി ആനയെയും സിംഹത്തെയും പുലിയെയും കടുവയെയും കേരളത്തിൻ്റെ വനത്തിനകത്ത് ആക്രമിക്കുന്നത് സാർ? ഞാൻ കരുതുന്നത്, ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അഭിനന്ദിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സംസ്ഥാനത്ത് പലയിടങ്ങളിലായി അനുഭവപ്പെടുന്ന വന്യജീവി ആക്രമണം സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നതാണ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉന്നയിക്കുന്ന ചോദ്യം. പല പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും തന്നെ സർക്കാർ നടപ്പാക്കിയിട്ടില്ല എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിഷയം സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.